നമസ്കാരം എൻ്റെ എല്ലാ CBSE 10th സ്റ്റുഡൻസ്. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. സമയം ഒരുപാട് പോയി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈസി ആയിട്ട് പഠിക്കാം, നന്നായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. മണി 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 പോലെ നമ്മൾ പറയത്തില്ലേ, മണി 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 പോലെ നമുക്ക് പഠിക്കാം. ഫിസിക്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന രീതിയിൽ പഠിക്കാം. അന്നേരം എല്ലാവരും ഒന്ന് ദൈവത്തേക്ക് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊള്ളുക. ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അടിപൊളിയാണ്. ഇലക്ട്രിസിറ്റി. ഈ വാക്കുകള്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ വീടുകളിൽ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇലക്ട്രിസിറ്റി ബില്ല് വരും, ഇലക്ട്രിസിറ്റി പോയി ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വരുമ്പോഴാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ബില്ല് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്തതാണ്, TV കൂടുതൽ കണ്ടതാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ AC ഫാൻ ഓഫ് ചെയ്യാതെ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ചാർജ് എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്കാണ് ചാർജ്. ഈ മൊബൈലിലൂടെ വന്നതോടുകൂടി, ടെക്നോളജി വളർന്നപ്പോഴത്തേന് ഈ ചാർജ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും നമ്മൾ നാമം ജപിക്കുന്ന പോലെ, ഒരു ദിവസം പ്രാർത്ഥന പറയുന്ന പോലെ നമ്മൾ പറയുന്ന ഒരു വാക്കായി മാറി ചാർജ് എന്ന് പറയുന്നത്. അല്ലെ, മൊബൈൽ ചാർജ് ചെയ്യുന്നു, ചാർജ് ഇല്ല, ചാർജ് ചെയ്യാൻ പോകുന്നു, ഫുൾ ചാർജ് പോയി എന്നൊക്കെ പറയുന്നിടത്ത് ചാർജ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കോമൺലി യൂസ്ഡ് പേരായി. നമുക്ക് അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ആദ്യം എന്താണ് ഈ ചാർജ് എന്ന് പറയുന്നത്? അന്നേരം ചാർജ് എന്ന് പറഞ്ഞാൽ ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്ക് എന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാം. ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ചാർജസ്. ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ചാർജസ്. എന്താണ് ചാർജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഡൗട്ട് വേണ്ട, ഈസി ആയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു. ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ചാർജസ്. എന്തിനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്? എന്താണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രിക് കറന്റ്. കറണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ഫ്യൂച്ചറിൽ, ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, ഫ്യൂച്ചറിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കറണ്ട് എന്ന് പറയുന്നത്. അന്നേരം കറണ്ട് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഫ്ലോ എന്നാണ്, അല്ലെ? ഇപ്പം എയർ കറണ്ട് എന്ന് പറഞ്ഞ വാക്ക്, എയർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് നിങ്ങൾ തന്നെ ഇപ്പം പറയും, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അന്നേരം ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറന്റ്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബൈ, ഞാൻ റിവൈസ് ചെയ്യാം. വാട്ട് ഈസ് ബൈ ചാർജസ്? ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ്, ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് ചാർജസ്. വാട്ട് ഈസ് ബൈ ഇലക്ട്രിക് കറന്റ്? ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അതിന് ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ക്യാപിറ്റൽ ലെറ്റർ I എന്ന് ഡിനോട്ട് ചെയ്യാം. I is equal to സ്മോൾ I ആയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഡിനോട്ട് ചെയ്യണം വേറെ സ്മോൾ I is ഇലക്ട്രിക് കറന്റ് തന്നെ ഡിനോട്ട് ചെയ്യണം. ക്യാപിറ്റൽ I is equal to റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത്, ചാർജ് എപ്പോഴും ഡിനോട്ട് ലെറ്റർ Q ആണ്, ബൈ റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം. I is equal to Q by T. ഈസി ആയിട്ട് ചോദിക്കാം. I is equal to Q by T. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഈസി ആയിട്ട് അറിയാം. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ചാർജ്? ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മിനിറ്റും അവറും ഒക്കെ ഉണ്ടെങ്കിലും ടൈമിന്റെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ I is equal to Q by T. കാരണം ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു യൂണിറ്റ്, ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ചാർജിന്റെ കൂളം പെർ ടൈമിന്റെ സെക്കൻഡ്, കൂളം പെർ സെക്കൻഡ് ആണ്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്
സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലസ് 1 പഠിക്കും. SI സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഏതാണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കും, നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്, ആംബിയർ. ഏതാണ്? ആംബിയർ. അത് ഡിനോട്ട് ചെയ്ത ലെറ്റർ ആണ് A. കൃത്യമായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് റിവൈസ് ചെയ്യണം. പഠിച്ചു പോകുന്ന ഈ ലെവലിൽ പഠിച്ചു പോകണം. അന്നേരം what is mean by charge? The flow of electrons are known as charges. What is mean by denoted letter? Charge denoted letter അങ്ങ് ഓർത്തിരിക്കുക, ക്യാപിറ്റൽ Q അല്ലെങ്കിൽ സ്മോൾ q ആകാം. ഇനി what is mean by electric current? The rate of flow of charges. Denoted letter, electric current denoted letter ഏതാണ്? ക്യാപിറ്റൽ I ആണ്. denoted letter മറക്കരുത്. അന്നേരം ക്യാപിറ്റൽ I is equal to Q by T. യൂണിറ്റ് സിമ്പിൾ ആയില്ലേ? ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അന്നേരം കൂളംബ് പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ. അന്നേരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് മീൻ ബൈ 1 ആംബിയർ? 1 ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആംബിയർ വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ. 1 ആംബിയർ എന്ന് പറയുന്നത് കറന്റിന്റെ ഇക്വേഷൻ എന്താണ്? I is equal to Q by T. കറന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലേ ആംബിയർ. അന്നേരം 1 ആംബിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് 1 ആയിരിക്കണം, ഇതും 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? കൂളംബ് ആണ്. അന്നേരം 1 കൂളംബ് ആയിരിക്കണം. 1 ടൈമിന്റെ എന്താണ്? സെക്കൻഡ്. അന്നേരം 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1 കൂളംബ് ബൈ 1 സെക്കൻഡ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ ഇക്വേഷൻ എഴുതി പോയിട്ട് ഡെഫിനിഷൻ എഴുതാവും. 1 ആംബിയർ കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ചാർജസ് ഓഫ് 1 കൂളംബ് ത്രൂ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ഇതാണ് 1 ആംബിയർ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റുകളുടെ ഡെഫിനിഷൻ. ചാർജിന്റെ നിങ്ങൾക്ക് പഠിക്കാനില്ല, ചാർജിന്റെ യൂണിറ്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്ന ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. ക്വസ്റ്റ്യനിലൊക്കെ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. ആംബിയറിന്റെ സ്റ്റാൻഡേർഡ്, ഇലക്ട്രിക് കറന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആംബിയർ ആയതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കണം. നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ എന്നാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് ചാർജ് പഠിച്ചു കഴിഞ്ഞു, ഇലക്ട്രിക് കറന്റ് പഠിച്ചു കഴിഞ്ഞു, 2 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു, കുളമ്പ് പെർ സെക്കൻഡും ആംബിയറും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. അടുത്ത ടോപ്പിക്, ഇപ്പൊ നമ്മള് കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പഠിച്ചു. പെട്ടെന്ന് ചാടി എഴുതി ഉത്തരം പറഞ്ഞേ ആംബിയർ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഈ ആംബിയർ തന്നെ സ്മോളർ യൂണിറ്റ്സ് ഉണ്ട് കറണ്ടിന്റെ. അന്നേരം സ്മോളർ യൂണിറ്റ്സ് ഓഫ് കറണ്ട്, സ്മോളർ യൂണിറ്റ്സ് ഓഫ് കറണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ഈ പേടിക്കുന്ന ന്യൂമറിക്കൽസ് ഇത് ആവശ്യമാണ്. സ്മോളർ യൂണിറ്റ്സ് ഓഫ് കറണ്ട് പ്രധാനമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഒരെണ്ണം മില്ലി ആംബിയർ. മില്ലി ആംബിയർ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. മില്ലി ആംബിയർ, മില്ലി ആംബിയർ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എയും. കാരണം പ്രോബ്ലത്തിൽ ഇപ്പം 4 മില്ലി ആംബിയർ വന്നു കഴിഞ്ഞാൽ അതിനെ ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, സ്മോളർ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വരുന്നതാണ് മില്ലി ആംബിയർ ഒരെണ്ണം. മില്ലി ആംബിയർ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എം ക്യാപിറ്റൽ എ ആണ്. 1 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ കണ്ടിങ്ങനെ എഴുതാം. 1 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 1 into 10⁻³ ആംബിയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. 1 മില്ലി ആംബിയർ ഈസിക്കൽ ഹയർ ക്ലാസ്സുകൾക്കല്ല, ഞാൻ അതോടെ ചേർത്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഹയർ ക്ലാസ്സിനെല്ലാം ഇതൊരു ബേസ് ആണ്. 1 മില്ലി ആംബിയർ ഈസിക്കൽ ടു 1 into 10⁻³ ആംബിയർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ തരികയാണ് 5 മില്ലി ആംബിയർ. നിങ്ങൾ അതിനെ ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്യണം, കാരണം സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും. 1 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 1 into 10⁻³ ആംബിയർ ആണെങ്കിൽ 5 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 5 into 10⁻³ ആംബിയർ. മനസ്സിലായോ? ഇങ്ങനെ വേണം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പ്രോബ്ലത്തിനകത്ത്. മില്ലി ആംബിയറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ആംബിയർ. അതുപോലെ മറ്റൊരെണ്ണമാണ് മൈക്രോ ആംബിയർ.
മൈക്രോസ്കോപ്പ് എന്ന് കേട്ടില്ലേ? മൈക്രോസ്കോപ്പ്. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ്. ഈ ലെറ്ററിനെ വിളിക്കുന്നത് ഒരു മ്യൂ എന്നാണ്. മ്യൂ ഇങ്ങനെയുള്ള കുറെ റോ, മ്യൂ, സിഗ്മ, ഇങ്ങനെ കുറെ ലെറ്റർ ഒക്കെ ഫിസിക്സിൽ ഒരുപാട് ലെറ്റേഴ്സ് വിളിക്കണം. അന്നേരം മൈക്രോ ആംബിയർ മ്യൂ എ എന്നുള്ളത്. അന്നേരം 1 മൈക്രോ ആംബിയർ 1 മ്യൂ എ എന്ന് പറയുന്നത്, മൈക്രോ എന്ന് പറഞ്ഞാൽ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ കാണുന്നതാണ്. വളരെ മൈക്രോസ്കോപ്പ് അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? 1 into 10 raised to -6 ആംബിയർ. നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആണ്. അന്നേരം 1 മില്ലി ആംബിയർ is equal to 1 into 10 raised to -3 ആംബിയർ. 1 മൈക്രോ ആംബിയർ is equal to 1 into 10 raised to -6 ആംബിയർ. അങ്ങനെയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 8 മൈക്രോ ആംബിയർ പ്രോബ്ലത്തിൽ തന്നു. നിങ്ങൾ എങ്ങനെ അതിനെ ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്യും? പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം. 8 into 10 raised to -6 ആംബിയർ. ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ ഒരു 5ാം ക്ലാസ് പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളും സ്മോളർ യൂണിറ്റ്സ് ഓഫ് കറന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് വെച്ചാൽ പ്രോബ്ലത്തിൽ ചോദിക്കത്തുള്ളൂ കൺവേർട്ട് ചെയ്യാൻ. മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ. 1 മില്ലി ആംബിയർ ഈസ് ഈക്വൽ ടു ഉറപ്പിച്ച് പറഞ്ഞേക്കണം 1 മില്ലി ആംബിയർ ഈസ് 1 into 10 raised to -3 ആംബിയർ. 1 മൈക്രോ ആംബിയർ ഈസ് ഈക്വൽ ടു 1 into 10 raised to -6 ആംബിയർ. മറക്കരുത്, മറന്നു പോകരുത്. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. ഇതുവരെയും പഠിച്ചതൊക്കെ ഓക്കെ ആയല്ലേ? അടുത്ത ടോപ്പിക്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതങ്ങ് ക്ലിയർ ആക്കി പഠിക്കണം. അന്നേരം നമുക്കൊരു ഡൗട്ടും വരത്തില്ല. നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ പഠിച്ചിരിക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഞാനൊരു സിമ്പിളായിട്ട് എന്ന് പറഞ്ഞുതരാം. ഇതെന്താണ്? ഒരു ബാറ്ററി സെല്ലാണ്. പോസിറ്റീവ് വലിയ വര എപ്പോഴും ലെങ്തി ആയിട്ടുള്ള വര എപ്പോഴും പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ലെ? ഒരു ബാറ്ററി കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഏറ്റവും വലിയ വര പോസിറ്റീവ്, ഏറ്റവും ചെറിയ വര നെഗറ്റീവ് ആണ്. ഇത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യണം സർക്യൂട്ടിന്. ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് കണ്ടിതല്ലേ? ഇതിന്റെ ഫ്ലോ ചെയ്യാൻ നമുക്ക് ആരമാർക്ക് കാണിക്കാൻ എളുപ്പമാണ്. പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അടിപൊളിയായിട്ട് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ഇനി ആര് ചോദിച്ചാലും ചാടി എഴുതി പറയണം. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്രം പോസിറ്റീവ് ചാർജിൽ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജിലോട്ട് ഇങ്ങനെ വരും. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇനി വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അതും വേണമെങ്കിൽ നമുക്ക് പറയാം. വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് നിയർലി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. എന്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter per second. ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ അറിഞ്ഞിരിക്കണം. ദി വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് നിയർലി ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. അവിടെ നിങ്ങൾക്ക് പ്ലസ് ടു കാർക്കാനും ഹയർ ക്ലാസ്സിലാനും വാക്യൂത്തിന്റെ സ്പെല്ലിംഗ് ആണ്. ഫിസിക്സിൽ ഒരുപാട് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ആണ് വാക്യൂം. നിങ്ങൾക്ക് ഞാൻ ചലഞ്ചായിട്ട് തരികയാണ്. വാക്യൂത്തിന്റെ സ്പെല്ലിംഗ് ഞാൻ എല്ലാ സ്കൂളിലും പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഏത് സ്പെല്ലിംഗ് ആയിരിക്കും നിങ്ങൾ എടുക്കുക? നമ്മൾ CBSE വലിയ കാര്യത്തെ പഠിക്കുന്നു. ഇംഗ്ലീഷൊക്കെ നമുക്ക് പച്ച വെള്ളം പോലെ അറിയാം, സത്യമാണ്. പക്ഷേ വാക്യത്തിന്റെ സ്പെല്ലിംഗ് സത്യസന്ധമായി ഇതിനകത്ത് 3 എണ്ണത്തിൽ ഏതാണ് വാക്യത്തിന്റെ സ്പെല്ലിംഗ്? VACC എന്ന് പറയുന്ന CCUM വാക്യം, VACWM. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തന്നേക്കാണ്. VACUM പലരും ആദ്യത്തെ അങ്ങ് വിട്ടു. ഇതല്ല, അത് നമുക്ക് ഉറപ്പാണ്. ഒരു 90% കുട്ടികൾ
ഫിസിക്സ് പഠിക്കുന്ന 90%, അതായത് നിങ്ങൾ 5ാം ക്ലാസ് മുതൽ PG വരെ അല്ലെങ്കിൽ PhD എടുക്കുന്നവർ പോലും പലരും തെറ്റിക്കുന്ന വളരെ സിമ്പിളായ ഒരു സാധനമാണ്. എല്ലാവരും എഴുതുന്ന നല്ല ശതമാനം 90% ഞാൻ പറഞ്ഞു, 10% കറക്റ്റ് ആകുമായിരിക്കും VACCUM അല്ലെങ്കിൽ VACCUM ആണ്. പക്ഷെ അത് തെറ്റാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഡിക്ഷണറി റെഫർ ചെയ്യുക. വാക്യത്തിന്റെ സ്പെല്ലിങ് VACWM, ഇതാണ് കറക്റ്റ്. ഇതിനെയാണ് ഒരു ചെറിയ വാക്കൂടെ നമ്മൾ അഡീഷണലായി പഠിച്ചു. ഫിസിക്സിനെ കുറച്ചുകൂടെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് പതുക്കെ പതുക്കെ. കാരണം ഇതുവരെയും നമ്മൾ ചിലപ്പം എഴുതുമ്പോൾ നമ്മൾ VACCUM VACCUM, ഇനി എങ്ങനെ എഴുതുന്നത് VACWM. അന്നേരം ഇല്ല, ഉറപ്പായിട്ട് നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട്, യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാം കറക്റ്റ് ആണോ ഓക്കെ, അല്ലെങ്കിൽ വാട്സാപ്പിനകത്ത് എനിക്ക് മെസ്സേജ് ചെയ്യുക. അന്നേരം അത് ക്ലിയർ ആയി. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കിടക്കും. ഇലക്ട്രിക് സർക്യൂട്ട്, ഇന്നതരം സർക്യൂട്ട്, ഇന്ന LCR സർക്യൂട്ട്, നിങ്ങൾക്ക് LCR സർക്യൂട്ട് അങ്ങനെ വലിയ വലിയ സർക്യൂട്ടുകളൊന്നും പഠിക്കാനില്ല. എന്നാലും ഒരുപാടടുത്ത് ആക്ടിവിറ്റീസിൽ ഒരുപാട് സർക്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക്. എന്താണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്ത് വേണ്ട, ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കണം. കാരണം ഇലക്ട്രിക് കറന്റ് സഞ്ചരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു പാത്തിനെ പറയുന്ന പേരാണ് സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് കറന്റ് കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുന്ന പാത്തിനെ പറയുന്ന പേരാണ് ഏത്? ഇലക്ട്രിക് സർക്യൂട്ട്. ഈ വാക്ക് അറിയാതൊന്നും നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റൂല. ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന, ഒരു പ്രശ്നമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ആ പാത്തിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അന്നേരം ഇലക്ട്രിക് സർക്യൂട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമ്മൾ പറയും 2 തരം സർക്യൂട്ടുകളുണ്ട്. ഇത് ചില സ്കൂളിൽ പഠിപ്പിക്കത്തില്ലായിരിക്കും, ചില സ്കൂളിൽ പഠിപ്പിച്ച് കാണും. 2 തരം സർക്യൂട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ സർക്യൂട്ടും, നല്ലോണം എഴുതിയോടെ, ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ട്. അറിഞ്ഞിരിക്കേണ്ടി വരും. ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ക്ലോസ്ഡ് സർക്യൂട്ട്. എന്താണ് ഈ ക്ലോസ്ഡ് സർക്യൂട്ട്? ആദ്യം പഠിക്കാം, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർക്യൂട്ട് എല്ലാം ക്ലോസ് ചെയ്യും, ആണോ? ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യും. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വീട്ടിലെ സ്വിച്ച് ഓൺ ആക്കിയാൽ സമയത്തും ലൈറ്റുകൾ, അത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ആക്കി വെച്ചേക്കണം. കറണ്ട് പാസ് ചെയ്യുന്നതാണ്. A circuit is said to be closed when current is passed through it. കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ അത് ഏതൊരു സർക്യൂട്ടാണ്? ക്ലോസ്ഡ് സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എന്ന്, ഓപ്പൺ സർക്യൂട്ട് നേരെ തിരിച്ചാണ്. കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യും, ഇത് കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല, ആ സർക്യൂട്ടാണ്. ഒരു ബ്രേക്ക് വരും. അന്നേരം കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സർക്യൂട്ടിനെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. നമ്മളൊരു സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്. അന്നേരം ഈ 2 സർക്യൂട്ടുകൾ ക്ലിയർ ആയിരിക്കണം. ഓപ്പൺ സർക്യൂട്ട്, സർക്യൂട്ട് is said to be open when no current is drawn from the cell. ആ സെല്ലിനകത്തൂടെ കറണ്ട് ഒന്നുമേ കടന്നു പോകുന്നില്ലെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടും, കറണ്ട് കടന്നു പോകുന്നെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടുമാണ്. അത് നമ്മൾ എത്ര കാര്യങ്ങൾ പുത്തനായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കാം. പഠിക്കാത്തതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമ്മൾ തുടക്കം തന്നെ ബേസ് ഉറപ്പിച്ച് അടിപൊളിയായിട്ട് ഉറപ്പിച്ചാലാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് യാതൊരു സംശയമെങ്കിലും വിചാരിക്കുന്നു. ഓക്കെ 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 ഓരോ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞെല്ലാം ഞാൻ ലാസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് വിടാം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം ഡൗട്ട്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോളോ മീ, മെസ്സേജ് മീ, വാട്സാപ്പിനകത്തൊക്കെ മെസ്സേജ്. ഉറപ്പായിട്ട് സമയം കിട്ടുന്ന പോലെ എല്ലാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്തരുന്നതായിരിക്കാം. ഓക്കെ, എന്റെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുള്ള പ്രയോറിറ്റിയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ?
അടുത്ത ടോപ്പിക്ക് പോകും. അടുത്ത ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 3 ഉണ്ട്. ഒരെണ്ണോടെ ഞാൻ എക്സ്ട്രാ കൊടുക്കും, അത് എളുപ്പമാണ്. അന്നേരം ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ഏതൊക്കെ ചാർജ് ഉണ്ട് അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടേ. ബേസ് അതല്ലേ, ബേസ് 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 അറിഞ്ഞിരിക്കണം. ഏതൊക്കെ തരം ചാർജസ്, ടൈപ്പ് ഓഫ് ചാർജസ്. എന്ത് രസമായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറയാം. ഇങ്ങനെ പഠിക്കണം. ടൈപ്സ് ഓഫ് ചാർജസ്. ഏതൊക്കെ തരം ചാർജാ? പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ഇത് ഏത് കുട്ടിക്കും, ഏത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും മനസ്സിലാകുന്നില്ല. കാരണം എബോ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ ആവറേജ് ഒന്നും തരംതിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയില്ലേ? പോസിറ്റീവ് ഇങ്ങനെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്. ടൈപ്പ് ഓഫ് ചാർജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ്. ഇനി 2 പോസിറ്റീവ് ചാർജ്, 2 നെഗറ്റീവ് ചാർജ്. രണ്ട് പോസിറ്റീവ് 2 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരുപോലുള്ള ചാർജസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ലൈറ്റ് ചാർജസ്. ലൈറ്റ് ചാർജസ്. പോസിറ്റീവ് 2 പോസിറ്റീവും 2 നെഗറ്റീവും അത് ലൈറ്റ് ചാർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും എന്തോ ചാർജസ് ആണ്? അൺലൈറ്റ് ചാർജസ്. അൺലൈറ്റ് ചാർജസ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ചാർജസ് അൺലൈറ്റ് ചാർജസും ക്ലിയർ ആയല്ലോ. 2 പോസിറ്റീവ് വന്നാൽ അത് ലൈക്കാണ്, 2 നെഗറ്റീവ് വന്നാൽ അത് ലൈക്കാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് അൺലൈറ്റ് ചാർജസ് ആണ്. അന്നേരം ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. നിങ്ങൾക്ക് എന്റെ കൂട്ടത്തിൽ എഴുതി പോകാം, സ്പീഡിൽ ഒന്നും അല്ലേ മോനെ. ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. വേണമെങ്കിൽ ഇങ്ങനെ ഹെഡിങ് കൊടുക്കാം, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. അതിന്റെ താഴെയായിട്ട് ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. റിപ്പൽ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് ചേർന്ന് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്തു പോകും, അടുക്കത്തേ ഇല്ല, നമ്മളോട് അടുക്കത്തേ ഇല്ല. എന്നാൽ അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. പോസിറ്റീവ് നെഗറ്റീവ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കത് അട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും ഒരു നെഗറ്റീവും ചേരുമ്പോഴാണ് നമുക്ക് അവിടെ കറണ്ട് കിട്ടുന്നത്, അവിടെ അട്രാക്ഷൻ ഉണ്ട്. ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ക്ലിയർ ആയി? ഫസ്റ്റ് പ്രോപ്പർട്ടി. ആൻഡ് സെക്കൻഡ് വൺ, സെക്കൻഡ് വൺ ഈസ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇത് ചില സ്കൂളിൽ പഠിപ്പിക്കുമായിരിക്കാം, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. Additivity, it is simply means addition of charges. Addition of charge എന്ന് പറയുമ്പോൾ കുറെ ചാർജ് ഞാൻ എടുക്കുകയാണ് സിസ്റ്റത്തിനകത്ത്. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. Q1, Q2, Q3. സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q എന്നാണല്ലോ, ക്യാപിറ്റൽ Q എന്നാണ് ഡിനോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അഡിറ്റിവിറ്റി സിംപ്ലി മീൻസ് അഡീഷൻ ഓഫ് ചാർജസ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് അപ് ടു Qn വരെ എഴുതാം. ഇതിനെയാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് എക്സാമിന്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിനകത്ത് ആദ്യമാണ് നമ്മൾ പഠിച്ചത് ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. രണ്ടാമത്തേത് എഴുതിയെന്നുകൊണ്ട് ഒരു ദോഷം നിങ്ങൾക്ക് എന്തായാലും ഇല്ല, മാർക്ക് എക്സ്ട്രാ കിട്ടിയെങ്കിലേ ഉള്ളൂ. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത് ചാർജസ് ക്യാൻ ബി ആഡഡ്. ചാർജസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിംപ്ലി അഡീഷൻ. Q is equal to Q1 plus Q2 plus Q3 plus up to Qn. രണ്ട് പ്രോപ്പർട്ടീസ് ക്ലിയർ ആയി. ഇനി ഒരു 2 പ്രോപ്പർട്ടീസോട് പറയുമ്പോൾ നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് കിട്ടും. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളത്. അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് നോക്കാം.
എന്നൊരു നല്ല ടോപ്പിക്ക് ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു. ഒരു 2 വട്ടം കേട്ട് നോക്കിയെങ്കിലും മറക്കത്തില്ല. ഒരു മാർക്ക് പോയിട്ട് അര മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല. ഓക്കെ, അടുത്ത 2 പ്രോപ്പർട്ടീസ്. 2 പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലിയർ ആയി. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. രണ്ടാമത്തത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ചിലടത്ത് പഠിപ്പിച്ചാണ്, ചിലടത്ത് പഠിപ്പിച്ചു കാണത്തില്ല. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ചാർജസ് ക്യാൻ ബി ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇത് വളരെ ഇമ്പോർട്ടന്റ്. ചാർജിന്റെ റൂള് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്നൊരു ന്യൂമറിക്കൽ ഒരു പ്രോബ്ലം ചോദിക്കാം. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് അറിയണ്ടേ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ ചാർജ് ഞാൻ Q എന്ന് എഴുതി. ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെന്റൽ ചാർജ്. ഒന്നുകൂടെ, അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് equal, is always an integral multiple. Integral multiple പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് n. കാരണം n ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 up to etc. അത് +1 ആകാം, -1 ആകാം, +2 ആകാം, -2 ആകാം, +3 ആകാം, -3, പ്ലസും മൈനസും ആകാം. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് കോമൺ ആയിട്ട് കിട്ടും. n എന്ന് പറയുന്ന ഇന്റിജർ ആണ് 1 2 3. അന്നേരം according to quantization of charge, charge of a body is always an integral multiple of a ഫണ്ടമെന്റൽ ചാർജ്. അത് വളരെ ഇമ്പോർട്ടന്റ്. ഫണ്ടമെന്റൽ ചാർജിന്റെ അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇ എന്ന് എഴുതുന്നത്, സ്മോൾ ഇ? കാരണം ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജിനെയാണ്. ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് എടുക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജിനെയാണ്. ആ ഇലക്ട്രോണിന്റെ ചാർജിന് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ്. പ്രോബ്ലത്തിൽ തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒക്കെ നിങ്ങൾക്ക് അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തും. ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 into 10⁻⁻⁶ കൂളോം. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. അന്നേരം ഫണ്ടമെന്റൽ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അതിന്റെ വാല്യൂ ക്ലിയർ ആയി. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ Q is equal to plus or minus ne. ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി is always an integral multiple of a fundamental charge. Okay, ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ന്യൂമറിക്കലി ചെയ്യിപ്പിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ന്യൂമറിക്കലി ചെയ്യുമ്പോൾ ഇതിനകത്ത് ന്യൂമറിക്കലി ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് വേണ്ട. Q is equal to ne വെച്ച് ചെയ്തു വേണം. സിമ്പിൾ ആയിട്ട് Q is equal to ne. പ്രോബ്ലത്തിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് വേണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ല, വേണ്ട. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് 3 പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടിയുടെ കേട്ടിട്ട് കുറച്ച് ഞാൻ റെസ്റ്റ് എടുത്തു. 4ാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഒന്നും ഇല്ല, നല്ല സിമ്പിൾ ആയിട്ട്. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ചാർജസ് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. For an isolated system, the total charge remains constant. Isolated എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുക. നമുക്ക് സെയിം എന്നുണ്ട്, ഇവിടെ സെയിം എന്നുള്ളതാണ്. സെയിം സിസ്റ്റത്തിനാണെങ്കിൽ ചാർജസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതൊരു ലോ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അവിടെ വെച്ച് നിർത്തരുത്. For an isolated system, the total charge remains constant. ഇതിനൊരു പ്രത്യേകം പറയാം, ഈ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതേ സാധനം, ഇതേ ടോപ്പിക്ക് നമ്മൾ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതേ കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ പഠിച്ചെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ ഓർക്കാൻ ഒരു രണ്ടാമത്തെ കൊല്ലം ഇത് കഴിഞ്ഞ ശേഷം 2ാമത്തെ കൊല്ലം നമ്മൾ +2 വരുന്നെങ്കിൽ പോലും നല്ലപോലെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഓർത്തിരിക്കും. അത് എത്ര വർഷം കഴിഞ്ഞാൽ. ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഓർമ്മശക്തി കൂട്ടാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല, നന്നായിട്ട് എഴുതി പഠിക്കുക. CBSE-കാരാണ് ഞങ്ങൾ ഭയങ്കര എന്താണ്, നിങ്ങൾ ഭയങ്കര ആൾക്കാർ തന്നെയാണ്. പക്ഷെ നന്നായിട്ട് എഴുതി പഠിക്കണം. നല്ല കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പഠിച്ചാൽ ഇതൊന്നും മറക്കത്തില്ല. ഇന്ന് നമ്മൾ കുറെ ടോപ്പിക്കുകൾ പഠിച്ചു, ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു.
ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കും അതിന്റെ ബേസ് റൂട്ട് മുതൽ നമ്മൾ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും ചാപ്റ്റർ. അതാ ഈസി ആകും, നമുക്ക് ടെസ്റ്റ് ചെയ്തിടാം. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാം, ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. അതിനുള്ള നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം, സൂപ്പറായിട്ട്. നിങ്ങൾ കേൾക്കുന്നവരെല്ലാം ഉറപ്പായിട്ടും എനിക്ക് അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് വീഡിയോസ് എല്ലാം. ഉറപ്പായിട്ടും കേൾക്കുന്നവര് ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഈ ഗ്രൂപ്പിനകത്തുണ്ട്. ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണി അടിക്കുക. എന്തിനാ മണി അടിക്കുന്നത്? നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും, ക്ലാസ് വരുമ്പോഴേ കിട്ടും. ഓക്കെ, അന്നേരം അടുത്ത ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് നമ്മുടെ ക്ലാസ്. ഒറ്റ ദിവസം മതി, ആ ദിവസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒറ്റ ദിവസം. എല്ലാ വെള്ളിയാഴ്ചയും ഫിസിക്സിന്റെ 10ാം ക്ലാസ് CBSE ക്ലാസ് എല്ലാ വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച ഡേറ്റ് നിങ്ങൾ ആലോചിച്ചെടുത്തേക്കുക. ഇന്ന് നിങ്ങൾ 3, 4, ഞായർ 5, ശനി 6, 7, 4, 5, 6. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച പോട്ടെ, ഇവിടെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 5 മണിയാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയിരിക്കും. അന്നേരം അടുത്ത ക്ലാസ് വരുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി. അന്നേരം പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്ക് മാറ്റമില്ല. ഡിസംബറിൽ നമ്മൾ പോർഷൻ തീർക്കും. 3 ടൈംസ് റിവിഷൻ മിനിമം ചെയ്തിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് കിട്ടണം, എനേബിൾ ചെയ്യണം, മണി അടിച്ചൊക്കെ വെച്ചേക്കണം. എല്ലാം റെഡി ആയിട്ടിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.